1 Thessalonians 5. 1 Thessalonians 5. Let us turn our attention to 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. 17-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 17 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. 1 Thessalonians chapter 5 verse 17. Pray without ceasing. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയെപ്പറ്റി ചില കാര്യങ്ങൾ, ഒരു ടോപ്പിക്കൽ സെർമണാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രാർത്ഥനയെപ്പറ്റി വളരെ സീരിയസ് ആയ ചില കാര്യങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. I would like to share a topical message. The topic is prayer. വളരെ ശ്രദ്ധയും വളരെ പ്രാർത്ഥനയും ഈ വചന കേൾവിയുടെ മുമ്പാകെ ഉണ്ടാകണം. I need all of your undivided attention and intense prayer. ഇന്നലെ പകലും വൈകിട്ടും ഞാൻ അല്പസമയം ശുശ്രൂഷിച്ചപ്പോൾ പ്രാർത്ഥനയെപ്പറ്റി പ്രത്യേകിച്ച് വൈകിട്ട് വളരെ വിശാലമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. Last night also I shared a little bit more serious matters about praying. ഈ പ്രാർത്ഥനയെപ്പറ്റി ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നതിൻ്റെ താല്പര്യം ദൈവസഭ അധികം പ്രാർത്ഥിക്കണം, അതിനു വേണ്ടിയാണ്. Today also I am continuing about the topic prayer because the church of God needs to increase the prayer life. ഇവിടെ 17-ാമത്തെ വാക്യം ഒരു അപ്പോസ്റ്റോലിക് കമാൻഡാണ്, അല്ലാതെ സജഷനായിട്ടല്ല പറഞ്ഞേക്കുന്നത്, ഓപ്ഷണലായിട്ടല്ല പറഞ്ഞേക്കുന്നത്, കമാൻഡായിട്ട്, ഇമ്പരേറ്റീവായിട്ടാണ് ആ വാക്യം ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, അത് ഇമ്പരേറ്റീവായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. This pray without ceasing is a command. It is not this is not a request, but this is a command, or it is represented in an imperative sentence. അത് ആ വാക്യം വായിക്കുമ്പോൾ നോർമലായിട്ട്, നാച്ചുറലായിട്ട് ചെയ്യണം എന്ന നിലയിലാണ് പരിശുദ്ധാത്മാവ് എഴുതി നമുക്ക് നൽകിയേക്കുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ. Holy Spirit is reminding us that it should come without ceasing. അതിൻ്റെ ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ ഞാൻ സാധാരണ 3-4 വാക്യങ്ങളെ പറയാറുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഇന്ന് എൻ്റെ കണക്കൂട്ടൽ ശരിയായി ഞാൻ 50 വാക്യമെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. വളരെ ശ്രദ്ധ വേണം. ഒരു 8-10 കാര്യം നോട്ട് ചെയ്യാനായിട്ടൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷേ ഞാൻ പറയാം. Amen. Today I actually prepared almost 50 verses to mention about this topic, but as long as God permits, I would like to go through that as much as possible. ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ എന്ന ഈ കമാൻഡ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുവീൻ, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവീൻ എന്ന ഈ കമാൻഡ് മനസ്സിലാക്കാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ 2 പാരബിൾ വളരെ പ്രാധാന്യതയുള്ളതാണ്. 2 പാരബിൾ. Pray without ceasing or pray continually. In order to understand that verse, our Lord Jesus Christ mentioned 2 important parables, and let us think about it. കർത്താവിൻ്റെ നിരവധി പാരബിൾ ഗോസ്പൽസിനകത്തുണ്ട്. There are several parables throughout the Gospels. ആ പാരബിളിനകത്ത് 2 പാരബിൾ വളരെ യുണീക്ക് പാരബിളാണ്. There are many parables, but out of those 2 parables are very unique. അങ്ങനെ ഈ 2 പാരബിളിൻ്റെ പ്രത്യേകത, ഞാൻ ആ പാരബിൾ എന്നാന്ന് പറയാം. എല്ലാ പാരബിളും ഈ ഭൂമിയിലെയോ അറിയാവുന്ന ഒരു സ്റ്റോറി ആയിട്ട് ഹെവനെ അല്ലെങ്കിൽ കർത്താവിനെ കമ്പയർ ചെയ്യുന്നു. Usually all parables are with a short story which is comparing to Lord Jesus. അല്ലെങ്കിൽ Heaven. പാരബിൾസ് റിലേറ്റ് ടു ഗോഡ് ബൈ കമ്പാരിസൺ. Amen. അതാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന 2 പാരബിൾ, this 2 പാരബിൾ റിലേറ്റ് ടു ഗോഡ് ബൈ കോൺട്രാസ്റ്റ്. Usually parables are mentioned by a comparison to our Lord Jesus with a short story, but the parables today I am going to share is not a comparison, but it is a contrast. ആ 2 പാരബിൾ, ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 2 പാരബിൾ, അതിനകത്തെ ഒരു പർട്ടിക്കുലർ വേർഡ് എടുത്താൽ ആ ഹോൾ പോയിന്റ് എന്താണ് യേശു ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. From these 2 parables, if you take one particular point, then we will understand clearly what our Lord Jesus was mentioning. ഒരു പാരബിൾ കിടക്കുന്ന ലൂക്കോസ് 11-ലാണ്, രണ്ടാമത്തെ യൂണിക് പാരബിൾ കിടക്കുന്നത് ലൂക്കോസ് 18-ലാണ്. One parable has been taken place in Luke chapter 11 and the other one is happening in Luke chapter 18. ലൂക്കോസ് 11, നിങ്ങൾ ആ വാക്യങ്ങൾ എടുത്താൽ മതി, എല്ലാം വായിക്കാൻ സമയമില്ല.
11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. We can see Luke chapter 11 verse 1, Lord Jesus was instructing or teaching them how to pray. എന്നിട്ട് അതിന്റെ 5-ാമത്തെ വാക്യം കർത്താവ് ആ പ്രാർത്ഥനയുടെ വിശദീകരണം ആളുകൾക്ക് ഗ്രഹിക്കേണ്ടതിന് ഒരു പാരബിൾ, വളരെ യുണീക്കായിട്ടുള്ളൊരു പാരബിൾ പറയുന്നു. Then from verses 5 onwards, he was actually explaining that prayer, how to pray through a parable, a unique parable. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്. ഈ 2 പാരബിൾ ഒഴികെ ബാക്കി എല്ലാ പാരബിളും കർത്താവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കമ്പാരിസൺ വഴിയാണെങ്കിൽ, ഇനിയും നമ്മൾ പറയാൻ പോകുന്ന 2 പാരബിൾ അത് മാത്രമേ ഉള്ളൂ കർത്താവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ് വഴിയാണ്. Please do not forget, almost all parables are containing a story which is comparing to our Lord Jesus, but these 2 parables, it is very unique, which is having a contrast to our Lord Jesus. 5-ാമത്തെ വാക്യം 11:5 ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ വന്ന്, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ നൽകണം, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവരെ വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്നവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിൽ അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് പാരബിൾ. The parable is represented from verses 5 through 8. അത് മൊത്തം വായിക്കാനായിട്ട് സമയമില്ല. ഒരു എന്നെ അല്പം കൂടെ ശ്രദ്ധിച്ചേ. ഇപ്പം നമുക്ക് വാക്യത്തിലൂടെ എല്ലാം പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ അല്പം പ്രയാസമായിരിക്കും. ഇവിടെ ഒരു സ്നേഹിതൻ വരുന്നു. ആ സ്നേഹിതൻ വന്ന് മറ്റൊരു സ്നേഹിതനോട് പറയുന്ന കാര്യമാണ്, ഒരുവൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവന് കൊടുക്കാൻ ഒന്നുമില്ല, അതുകൊണ്ട് 3 അപ്പം എന്ത് ചെയ്യണം? വായ്പ തരണം. This is a parable which is a short story. Lord Jesus is explaining one friend. He goes to another friend in midnight and begging for 3 loaves of bread. അങ്ങനെ രാത്രി ഇപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ ഇവിടെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കുകയില്ല 10 മണി കഴിഞ്ഞാൽ, പിന്നെ രാത്രി 12 മണിക്ക് വന്ന് അപ്പം ചോദിച്ചാൽ കൊടുക്കുന്നല്ലേ? ഒന്നാലോചിച്ച് നോക്കി. Just imagine our situation. If after 12 o'clock in the middle of the night, if some person will come and knock at your door, will be your response? ഈ പണ്ട് ഈ അല്പം സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ ഉള്ളവർ പ്രസംഗിക്കാൻ നേരത്ത് ഈ വാക്യം ഒരിക്കലും ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിള്ളേരെല്ലാം പുള്ളിക്കാരൻ്റെ കൂടെയാണ് കിടക്കുന്നത്, പുള്ളിക്കാരത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു എന്നൊരാൾ പണ്ട്. അതൊന്നുമല്ല എൻ്റെ അർത്ഥം. അന്നത്തെ കാലത്ത് ഭയങ്കര തണുപ്പാണ്, ഒരു റൂമേ ഉള്ളൂ, ഒരു ബെഡിലാണ് എല്ലാവരും കൂടെ കിടക്കുന്നത്. അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. കാരണം രാത്രി 2 മണിക്കോ 3 മണിക്കോ വന്ന് 3 അപ്പം വായ്പ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കാനുള്ള ക്രൈസിസാണ് അവിടുത്തെ പ്രശ്നം. There is actually, during that time period, it was very cold nights and the rooms are very limited. There will be only 1 room and 1 bed. All of the family members are lying on that bed. That's why there is a crisis for giving the bread as they ask. That is the reason. It is showing that in this verse. ഇവിടുത്തെ കോൺട്രാസ്റ്റ് എന്നാണെന്നറിയാമോ? ഈ സ്നേഹിതന് യാതൊരു താല്പര്യമില്ല 2 o'clock എഴുന്നേറ്റ് 3 അപ്പം കൊടുക്കാൻ, അല്ലേ? അതല്ലേ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു താല്പര്യമില്ല. പക്ഷേ നിർത്താതെ വാതുക്കെ മുട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ ചെയ്യാനായിട്ട് പറ്റും? ഉറങ്ങാനോ പറ്റുന്നില്ല. എഴുന്നേറ്റ് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുകയാണ്. Here we can see the friend which is in this example doesn't care or do not have any interest to share a bread in the middle of the night, but since the other friend persistently knocking at the door, that is the only reason he was about to get up and give that bread. ഈ പാരബിളിൻ്റെ ഒരു പാഠം മാത്രം ഞാൻ പറയാം. ബെനഫിറ്റ് ഓഫ് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുകൊണ്ടുള്ള ഈ ചോദ്യത്തിൻ്റെ ഒരു ബെനഫിറ്റ് ആണ്. അവൻ എഴുന്നേറ്റ് 3 അപ്പം കൊടുത്തു. Here we can see in this story the benefit of persistence we can see. കൊടുത്തപ്പോഴും താല്പര്യത്തോടല്ലേ കൊടുത്തത്, ഒരു നിവൃത്തിയില്ലാണ്ട് എന്ത് ചെയ്യായിരുന്നു? കൊടുക്കായിരുന്നു. Though he woke up and he shared the bread, he was not at all interested to share that because of the crisis of that night. എന്നാൽ നിങ്ങൾ 11:13 വായിച്ചാൽ അറിയാം, ഈ പാരബിൾ പറഞ്ഞിട്ട് കർത്താവ് ഒരു കോൺട്രാസ്റ്റ് പറയുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെയല്ല, എന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികം. അതിൻ്റെ വ്യത്യാസം കിട്ടിയോ?
ബെനിഫിറ്റ് ഓഫ് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച വാക്യം മറക്കരുത്. ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? സ്നേഹിതൻ അപ്പം കൊടുക്കുന്ന പോലെയല്ല, ആവർത്തിച്ചുള്ള പ്രാർത്ഥനയുടെ മുന്നിൽ സ്നേഹവാനായ ദൈവം കരുണ കാണിക്കും. അത് പൂർണ്ണ താല്പര്യത്തോടെ കരുണ കാണിക്കും. അതാണ് ഇതിനകത്തെ കോൺട്രാസ്റ്റ്. മനസ്സിലാവുന്നോ? The contrast here is, though there is a benefit of persistence from an ordinary human being, then here we can see, if we are being evil, know how to give good gifts to our children, how much more will our Heavenly Father give the Holy Spirit to those who persistently ask Him. ഇങ്ങനെ പറഞ്ഞ് ഞാൻ അത് വിടാം. റിലക്റ്റന്റ് ഫ്രണ്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കൊടുത്തെങ്കിൽ, no, God who is not reluctant, തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നൽകും. അവിടെ എന്താ അങ്ങനെ പറയുന്നത് അറിയാമോ? ബെനിഫിറ്റ് ഓഫ് പെർസിസ്റ്റൻസ്. ആവർത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മുടെ നാഥൻ കണ്ണടക്കുകയില്ല. അവൻ സ്നേഹിതനെ പോലെ അല്ല എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. The benefit of persistence we can see, though this friend is reluctant to share his bread because of the crisis of that night, still he was sharing his bread. So our Lord Jesus is teaching us, we should not stop praying, we should not stop praying, but we have to pray continually so that our merciful Father will provide us the answer to all of our prayers. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലെങ്കിൽ തിരുവെഴുത്ത് നമ്മളോട് പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? എപ്പോഴും പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിപ്പീൻ. ആ പ്രാർത്ഥന കേൾക്കുന്നവൻ സ്നേഹിതനെ പോലെയല്ല, ഗോഡ് ഹൂ ഈസ് നോട്ട് റിലക്റ്റന്റ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ കർത്താവ് ആ കാര്യത്തിന് മറുപടി നൽകുമെന്ന് തിരുവെഴുത്തിനകത്തെ വാക്യമാണ്. The scripture is very clearly stating that though you are praying for a prayer request for many, many years, still do not stop. Pray continually. That is what this scripture is mentioning, that though there is a reluctant friend give a answer to a request, then our Heavenly Father will provide you abundantly an answer to your prayer. എന്താ കോൺട്രാസ്റ്റ്? അവർ ഗോഡ് ഈസ് നോട്ട് ലൈക്ക് എ റിലക്റ്റന്റ് ഫ്രണ്ട്. Amen. The ക്ലിയർ contrast ആയെന്ന് is, വിചാരിച്ചോട്ടെ. Amen. രണ്ടാമത്തെ പാരബിൾ ലൂക്ക് 18 കിടക്കുന്നത്. ലൂക്ക് 18. The second parable, which is mentioned in Luke chapter 18. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഒരു അൺജസ്റ്റ് ആയിട്ടുള്ളൊരു ജഡ്ജിയുടെ അടുക്കൽ ഒരു സ്ത്രീ ചെല്ലുന്ന കാര്യമാണ്. We all are familiar with that parable. An unjust judge was approached by a widow. മൂന്നാം വാക്യത്തിൽ ഈ ജഡ്ജിയുടെ അടുക്കൽ പല പ്രാവശ്യം ആ വിഡോ ചെല്ലുന്നു. This widow was approaching this judge persistently. ഇവൻ എങ്ങനെ ജഡ്ജായെന്ന് എനിക്കറിയാൻ മേല. നാലാം വാക്യം നിങ്ങൾ കണ്ടോ? അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു, പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ താല്പര്യം കൊണ്ട് ചെയ്തു കൊടുത്തല്ല, വേറൊരു ഓപ്ഷനും ഇല്ലാതെ ഇനി നാളെ പബ്ലിക്കായിട്ട് അവൾ എന്നെ വന്ന് തല്ലിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യൂ എന്നോർത്ത് ചെയ്തു കൊടുത്താണ്. അതാണ് അതിൻ്റെ പാരബിൾ. മനസ്സിലാവുന്നോ? Here also we can see a judge who did not fear God and did not respect man, and still he was fearing this widow who can come and slap at his face. That's the reason he is doing some favor to her. എന്നാൽ കോൺട്രാസ്റ്റ് നിങ്ങൾ 7-ാം വാക്യം നോക്കിയേ. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. എന്താ കോൺട്രാസ്റ്റ്? ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് പറഞ്ഞാൽ, ഹി ഈസ് നോട്ട് ലൈക്ക് എ റിലക്റ്റന്റ് ഫ്രണ്ട്, ഹി ഈസ് നോട്ട് ലൈക്ക് എ അൺജസ്റ്റ് ജഡ്ജ്. Amen. Our Lord Jesus is not like a reluctant friend or an unjust judge. ഞാൻ അതിനെ ഒരു സെന്റൻസിലൂടെ ഇങ്ങനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. God is different than a reluctant friend. But if a reluctant friend and an unjust judge will do what is asked because of the continual pleading, then certainly a compassionate, loving, gracious, kind, tender-hearted God will do more. That is the point. Hallelujah. മനസ്സിലായ രണ്ട് പാരബിൾ ഇത്. അതുകൊണ്ട്
ഇന്നലെ വരെ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലെങ്കിലും നിർത്താനായിട്ട് നമുക്ക് അനുവാദമില്ല. ആ കർത്താവ് ന്യായാധിപനെ പോലെയല്ല, ആ കർത്താവ് സ്നേഹിതനെ പോലെയല്ല. അതാണ് ഈ രണ്ട് പാരബിൾ കോൺട്രാസ്റ്റ് കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം പറഞ്ഞേക്കുകയാണ്. അതുകൊണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ. So these two parables which shows very clearly that our Lord Jesus is not like the first reluctant friend in the parable or an unjust judge like the second parable, but he is a merciful father who is ready to give you the answer in the proper time. ഇനി ഈ രണ്ട് പാരബിളിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സ്നേഹിതം വന്ന് വാതിലിൽ മുട്ടുന്ന കേട്ടാൽ ആ ആ ആ ആ അപ്പം ചോദിക്കുക, ഒരു 3 അപ്പം തരാവോ? അത് ഈ ഉറങ്ങിത്തൂങ്ങിയാണോ ചോദിക്കുന്നത്? We can see another thing. അല്പം എനിക്ക് നിങ്ങളുടെ അവയർനെസ് ഇച്ചിരൂടെ വേണം. ഇത് ഇച്ചിരി ടഫാണ്, ഇതൊന്ന് പറഞ്ഞു പോയേ എനിക്ക് പറ്റുള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഒരു 3 അപ്പം തരാം അങ്ങനെയാണോ ചോദിക്കുന്നത്? The friend was not pleading, not requesting. When he was knocking at the door, how he is knocking? ഒരു ഹാർഡ് ക്രൈ ആണതല്ലേ? We can see ഒരു നിവൃത്തിയില്ല, 3 അപ്പം തരണം പ്ലീസ്. ഒരു നിവൃത്തിയില്ല, ലജ്ജിക്കാതെ. എങ്കിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? റിപ്പീറ്റിംഗ് പ്രയർ ഈസ് ലൈക്ക് എ ഹാർഡ് ക്രൈ ബിഫോർ ഗോഡ്. Amen. Hallelujah. We can see that friend was knocking without any shame. He persistently knocking very hard at the door because he need that request. That's why here it is showing that we should not stop praying. Pray continually. അതുകൊണ്ട് എങ്ങനെയാ പറയേണ്ടത്? നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറയുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹൃദയം പൊട്ടി ഒഴുകണം, കണ്ണ് നിറയണം, ഹൃദയം നിറയണം. അകത്ത് കിടക്കുന്നവന് എൻ്റെ ആവശ്യം എത്രമാത്രം ഡീപ്പാണെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം. ഹി ഈസ് നോട്ട് ലൈക്ക് എ റിലക്റ്റന്റ് ഫ്രണ്ട്, ഹി ഈസ് നോട്ട് ലൈക്ക് എ അൺജസ്റ്റ് ജഡ്ജ്. Amen. Always pray continually and pray with an earnestness. Do never ever give up on praying. Our Father, who is a merciful Father, who is not like this reluctant friend or an unjust judge. വേറൊരു വാക്യം ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. മാത്യു 6 കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്യു 6 There is another mention in Matthew chapter 6. Lord Jesus is teaching us how to pray. ഒരു പ്രത്യേക കാര്യം അവിടെ ഉണ്ട്. എന്നാന്നറിയാമോ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് അൺലേൺ ചെയ്യാനാണ് പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രാർത്ഥിച്ചത് തെറ്റാണ്, അങ്ങനല്ല പ്രാർത്ഥിക്കണം. നമ്മുടെ കുഴപ്പം എന്നാ അറിയാമോ? നമ്മുടെ പല ആളുകളും ടീച്ചബിൾ അല്ല. ഇനി അഥവാ ഉപദേശം പറയുന്ന വല്ലതും ഒന്ന് എഴുതിയെടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചിലാണെന്നും പറഞ്ഞിരിക്കുന്ന പാർട്ടികളുണ്ട്. നോ. എൻ്റെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, പേര് പറഞ്ഞാൽ അറിയാം. അദ്ദേഹം ആര് പറഞ്ഞാലും നോട്ട് ചെയ്ത് എഴുതുമായിരുന്നു. കാര്യം അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാൻ മേലത്ത് എന്തെല്ലാം കാര്യം മറ്റുള്ളവർക്ക് അറിയാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കി ഓക്കെ, അങ്ങനെ പറഞ്ഞ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട. നോക്കി 6-ാം അധ്യായം അതിനകത്തെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നീയോ 7-ാം വാക്യം, പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് പ്രയർ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. അല്ല, ഇവിടുത്തെ അർത്ഥം എന്നാ അറിയാമോ? Here Lord Jesus is teaching them how to pray, but first he is giving them an introduction by teaching them something which they learned. He is trying to make them unlearn what they used to do before. ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ ഒത്തിരി ദീർഘനേരം പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. കോൺട്രാസ്റ്റ് അല്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജാതികൾ പ്രാർത്ഥിക്കുന്നത് മീനിങ്ലെസ് റിപ്പീറ്റീഷൻ ആണെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥന ഹാർട്ട് ക്രൈ ആണ്. അതാണ് വ്യത്യാസം. വ്യത്യാസം മനസ്സിലാവുന്നോ? Amen. Lord Jesus is saying that when you are praying, do not use meaningless repetition as the Gentiles do. The meaning is we always pour out our outcry with a meaningful way. ഒരു ഭക്തൻ പറഞ്ഞൊരു വാചകം ഞാൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കും. ഇന്ന് രാവിലെ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതുമാണ്. ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: the most powerful prayer in my life, the prayer that is saved me so many times, you know Lord. അതാണ് തൻ്റെ പ്രാർത്ഥന. താൻ
പലപ്പോഴും പ്രാർത്ഥിക്കാൻ നേരത്ത് പറയുന്ന കാര്യമാണ്, എന്നെ പലപ്പോഴും വേദനയിൽ നിന്ന് കിടക്കയിലേക്ക് പോകാൻ, ഉറക്കമില്ലാതിരുന്ന രാത്രിയിൽ സമാധാനത്തോടെ ബെഡിലേക്ക് പോകാൻ എന്നെ ആവർത്തിച്ച് പഠിപ്പിച്ച വാചകം ഇതാണ്, ലോർഡ് യു നോ. A man of God with so many difficulties and troubles in his life, and he was having a lot of sleepless nights, and whenever he goes to bed or whenever he starts to pray, he always mentions one word, you know, Lord. അങ്ങനെയെങ്കിൽ നമുക്കും നമ്മുടെ ബെഡിൻ്റെ അവിടെ ഇരുന്ന് ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ ആവർത്തിച്ച് തമ്പുരാനോട് നമ്മുടെ ഹൃദയക്രിയായിട്ട് പറയാം, യു നോ ലോർഡ്. നീ അറിയുന്ന കർത്താവേ, നീ അറിയുന്ന കർത്താവേ, നീ അറിയുന്ന കർത്താവേ. പ്രേ വിതൗട്ട് സീസിങ്. So we can also follow that pattern whenever you have sleepless nights or you are unable to sleep due to some crisis or difficulties. Sit on the bed or lie on the bed and say, Lord, you know it. ഇവിടെ Hallelujah. സ്നേഹിതനും ആ വിധവയും Hallelujah. ആ ജഡ്ജിന്റെ മുന്നിൽ ചെന്നത് മീനിങ്ലെസ് റിപ്പീറ്റേഷൻ ആയിട്ടല്ല, ഇതെങ്ങനെങ്കിലും നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പോയതെങ്കിൽ പ്രാർത്ഥനയിൽ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? പ്ലീഡിങ് ബിഫോർ ഗോഡ് ദ ഫാദർ. എൻ്റെ കർത്താവെ കൈവിടരുതേ, എൻ്റെ ദൈവമേ ഉപേക്ഷിക്കരുതേ. ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടൊരു കൃപ ദൈവസഭയുടെ മേൽ പകരട്ടെ. പ്രേ വിതൗട്ട് സീസിങ്. Amen. Here we can see, though the human beings are like a reluctant friend or an unjust judge, our Father is not like that. Our Father is a gracious, compassionate, merciful Father who is ready to hear you. So you have to submit your prayer request continually. Pray without stopping. God is not forbidding meaningful repetition. Amen. പറയാം, Amen. God is not forbidding മീനിങ്ഫുൾ റിപ്പീറ്റേഷൻ. അതുകൊണ്ടാണ് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിയിരിപ്പീൻ, രാവും പകലും പ്രാർത്ഥിപ്പീൻ. എന്നിട്ട് നമുക്ക് പറയണം, യു നോ ലോർഡ്. God is never forgetting meaningful, repetitive prayers. So you always pray with meaningfulness and also with a contrite spirit. Hallelujah. അങ്ങനെ നമുക്ക് ഇന്ന് മുതൽ വീണ്ടും പ്രാർത്ഥിക്കാം. Let us all begin to pray like that from today onwards. എപ്പോഴും ഓർത്താൽ മതി, Hallelujah. കർത്താവെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ജഡ്ജിന്റെ അടുക്കൽ ചെന്ന വിധവയെ ഓർമ്മ വരണം, അപ്പം വാങ്ങാൻ ചെന്ന സ്നേഹിതനെ ഓർമ്മ വരണം. രണ്ട് കോൺട്രാസ്റ്റിംഗ് പാരബിള് ഹൃദയത്തിലേക്ക് വന്നിട്ട് പറയണം, ഇത് ഹാർട്ട് ക്രൈ ആണ്, ഇത് മീനിങ്ഫുൾ റിപ്പീറ്റേഷൻ ആണ്. അങ്ങ് ആവർത്തിച്ചുള്ള ആ പ്രാർത്ഥനയെ തിരസ്കരിക്കുന്നില്ലല്ലോ. ദൈവമോ തന്നോട് യാചിക്കുന്നവർക്ക് എത്രയും വേഗം പ്രതിക്രിയ നടത്തി രക്ഷിക്കും. So we always remember that our Lord Jesus is not like this a reluctant friend or an unjust judge, but he is ready to answer our prayers and pour out meaningful supplication continually. Praise the Lord. Hallelujah. ഇതിന് ഏറ്റവും എക്സാമ്പിൾ ആരാന്നറിയാമോ? ഈ മീനിങ്ഫുൾ റിപ്പറ്റീഷൻ ചെയ്തത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. Amen. The best example who submitted meaningful repetition is our Lord Jesus Christ. ഞാൻ ഇന്നലെ രാവിലെ ഒരു 2-3 മിനിറ്റ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒന്നെടുക്കാമോ? മാത്യു 26. Yesterday morning I mentioned a few sentences from Matthew chapter 26. മീനിങ്ഫുൾ റെപ്പറ്റീഷൻ. ഞാൻ ഇത് വളരെ പ്രാക്ടിക്കൽ സർമണാണ്. ഇന്ന് മുതൽ ദൈവസഭയ്ക്ക് ഉത്തരവാദിത്തമാണ് മുട്ടലിരിക്കണം, പ്രാർത്ഥിക്കണം, ആവർത്തിച്ച് പ്രാർത്ഥിക്കണം, മറുപടി ലഭിക്കുവോളം പ്രാർത്ഥിക്കണം. എന്താ നമ്മുടെ കർത്താവ് റിപ്പീറ്റ് ചെയ്തേ? നിങ്ങൾ 26:38 നോക്കണം. എൻ്റെ ഉള്ളം മരണവേദന പോലെ. അതാ ഞാൻ പറഞ്ഞത്, prayer is like a heart cry. Amen. Here we can see our Lord Jesus' prayer in the Garden of Gethsemane. He was saying that my soul is deeply grieved. That's why I said it is an outcry of death pain. ഇനി നിങ്ങൾ എന്നെ നോക്കി, എത്ര പേരുടെ പ്രാർത്ഥന ഹാർട്ട് ക്രൈ ആണ്? എനിക്കറിയാം, നമുക്ക് നാളെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് മാറാൻ ഹാർട്ട് ക്രൈ ആണ് ഡെയിലി നമ്മുടെ ലൈഫ്. Hallelujah. How many of us, എത്ര പേര് സ്നേഹിതനെ പോലെ കർത്താവിന്റെ സന്നിധി യാചിക്കുന്നുണ്ട്? how മീനിങ്ഫുൾ റിപ്പറ്റീഷൻ എത്ര പേർക്കുണ്ട്? പ്രൈസ് ലോർഡ്. ഇവിടെ കർത്താവ് മരണവേദനയിലായി. പ്രാർത്ഥിക്കാൻ നേരത്താണ്, അത്ഭുതം ചെയ്യാൻ വേണ്ടി ആയില്ല. Hallelujah. ഒരു മിറക്കിൾ ചെയ്യാനും പ്രാണവേദനയിലായില്ല.
Hallelujah. മരണവേദനയിലായില്ല, പ്രാർത്ഥിക്കാനായിട്ട് മരണവേദനയിലായി. അതാണ് പ്രാർത്ഥന, ഹാർട്ട് ക്രൈ ആണ്. Let us examine our prayer life. Here, our Lord Jesus is not being in our outcry of death's pain, not to do any miracles or not to preach or teach, but he was in a severe pain just to pray. 39 വാക്യം, കവിണ്ണ് വീണ് പ്രാർത്ഥിച്ചു. Verse 39, we can see he fell on his face and praying. എന്നാ കവിണ്ണ് വീണാൻ കാര്യം എന്നറിയാവോ? മുട്ടയിലിരിക്കാനുള്ള ആരോഗ്യമില്ല. He was അത്രയ്ക്ക് ഭാരമാണ് ചുമലിൽ. എൻ്റെ കൂടെ നിങ്ങൾ വരണം. നിൽക്കാൻ മേല, ഇരിക്കാൻ മേല, കമന്ന് വീണുന്ന അത്രയും ഭാരവും ചുമന്ന് പൂർണ്ണ സത്യ ട്രൂ മനുഷ്യനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരണവേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. Here we can see it was represented as he fell on his face. Why did he fall on his face? Because he was not even having enough strength to stand on his knees. That is the reason. Here we can see Lord Jesus' outcry of praying by falling on his face and praying. ജീവിതത്തിൽ നേരെ നിൽക്കാൻ കഴിയാതെ വരുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകാം. Hallelujah. എന്ത് ചെയ്യണം എന്ന് ഓൾഡ് ടെസ്റ്റമെന്റിൽ രാജാവ് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഈ വേദനകൾ നമ്മുടെ മുന്നിൽ വരുമ്പം നമ്മുടെ നാഥന്റെ മാതൃകയാണ് പിതാവിൻ്റെ മുന്നിൽ കവിണ്ണു വീഴുക. കാരണം അത്രയ്ക്ക് ഭാരമാണ്. കർത്താവേ, നേരെ നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറയുന്നത് റിപ്പീറ്റിംഗ് പ്രെയർ ആണ്. ആ കവിണ്ണു വീണ് നമ്മുടെ നാഥൻ 3 വട്ടം ഒരേ കാര്യം പ്രാർത്ഥിച്ചെന്നാണ് വായിക്കുന്നത്. Here we can see our Lord Jesus, he was praying on that prayer of Gethsemane, not even able to stand strong on his knees. He was falling on his face and he was having an outcry of his heart. We can see here. 39 വാക്യം ആദ്യം പ്രാർത്ഥിക്കുന്നതാണ്. 39 verse 39. First prayer we can see in verse 39. 42 നിങ്ങൾ നോക്കിക്കേ. Hallelujah. Same chapter 42. രണ്ടാമതും പോയി. We can see in verse 42, he went away again a second Pray time. without ceasing. രണ്ടാമതും പോയി. He was praying again on a second കാരണം time. God the Father not like a reluctant friend. Amen. The Lord നമ്മുടെ Jesus, കർത്താവ് ജഡ്ജിനെ പോലല്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. രണ്ടാമതും പോയി. Lord Jesus knows very well that his Father in heaven is not like a reluctant friend or an unjust judge. That's the reason he went away again a second time. 44 വാക്യം, മൂന്നാമതും പോയി. ആ വചനം തന്നെ, he is repeating the same things before God the Father. And again in verse 44 we can see he went away and prayed a third time. പ്രിയപ്പെട്ടവരെ, Hallelujah. ഇങ്ങനെ ആവർത്തിച്ചുള്ള പ്രാർത്ഥനയാണ് Hallelujah. പ്രാണവേദനയോടെ പ്രാർത്ഥിക്കുക, Hallelujah. പോരാടി പ്രാർത്ഥിക്കുക, Hallelujah. രാവും പകലും പ്രാർത്ഥിക്കുക. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? റിപ്പീറ്റ് ചെയ്ത് തമ്പുരാന്റെ കരുണ ഉണ്ടാകുന്നിടം വരെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ലത് ഒന്നാമതും പോയി, രണ്ടാമതും പോയി, മൂന്നാമതും പോയി, നേരം പുലരുവോളം നമ്മുടെ വാഴ്ത്തപ്പെട്ടവൻ പിതാവിന്റെ പാദത്തിങ്കൽ കവിണ്ണു വീണു. Here we can see a good example of prayer showed by our Lord Jesus. He was going first time, second time, and the third time, and he was praying till the morning. Throughout the night, he was praying, an outpouring of his heart we can see throughout these verses. ലൂക്ക് 22 ആണ് ഇതിന്റെ മറ്റൊരു വേർഷൻ. ലൂക്ക് 22. Another version of the same incident we can see in the Gospel of Luke chapter അവിടെ 22. മരണവേദന എന്ന് ഉപയോഗിച്ചേക്കുന്നത് പ്രാണവേദന എന്നാണ്. Luke chapter 22 we can see this is a cry of his heart. എന്നിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് അവിടെ. പ്രാണവേദനയിലായി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. And being in agony, he was praying very fervently. അതെന്നറിയാമോ? കവിണ്ണു വീണ് ഭാരം നിമിത്തം തമ്പുരാന്റെ സന്നിധിയിൽ വീഴുമ്പം അത് വേറൊന്നും ശ്രദ്ധിക്കാനായിട്ട് കഴിയത്തില്ല. പ്രാണവേദനയിലൂടെ, മരണവേദനയിലൂടെ ആവർത്തിച്ച് ശ്രദ്ധയോടെ. When he was praying, since he was being in agony, he was not even paying any attention to his surroundings. He was actually praying very fervently or intensely. Intensity of his prayer.
we can see very clearly the intensity of our ഞാൻ Father's ഇന്നലെ prayer. ചോദിച്ചൊരു ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ഹൗ ഈസ് യുവർ പ്രയർ ലൈഫ്? I am again liking to ask you, how is your prayer life? നിങ്ങൾക്കറിയാമോ, ദൈവവചനം അധികമായിട്ട് കിട്ടുന്നവരോട് അധികം ചോദിക്കും. ഉറപ്പ് വരിക. Amen. I would like to remind you that as much as we hear, more we are accountable. കേൾക്കാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഈ സഭയ്ക്ക് ഒരു ഓപ്ഷനും ഇല്ല. This church, റിപ്പീറ്റിംഗ്, അൺസീസിംഗ്, Hallelujah. ഇന്റൻസിറ്റി ഓഫ് പ്രയർ. ആവർത്തിച്ച് പ്രാർത്ഥിക്കുക, കവിണ്ണു വീണുക, ഭാരം വഹിക്കാതെ വരുമ്പോൾ പാദത്തിങ്കൽ ആവർത്തിച്ച് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നാലാമതും നേരം പുലരുവോളം. hallelujah. This church, our church, do not have any way of escape, because we are hearing very intensely, very clearly the scripture is mentioned, and we are more accountable. So I remind you all, start a prayer life, not pray without ceasing. ഇതിനകത്ത് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലോങ് പ്രയർ ആയിരുന്നു. Another importance or a specialty of this prayer is a very lengthy prayer. ലോങ് പ്രയർ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് അവിടെ തന്നെ ഇന്റേണൽ എവിഡൻസ് ഉണ്ട്. ഡിസൈപ്പിൾസ് പല പ്രാവശ്യം ഉറങ്ങി. And an internal evidence we can see in this example, the disciples who was with Jesus started to sleep. അവർ മെനി ടൈംസ് ഉറങ്ങി. They went into a sleep many times. ആ ഒരു പ്രാർത്ഥന ഡ്യൂറേഷനിൽ, ആ പ്രൊലോങ്ഡ് ടൈമിൽ മെനി ടൈംസ് ഡിസൈപ്പിൾസ് ഉറങ്ങി എന്ന് പറഞ്ഞാൽ കർത്താവ് എത്ര നേരം കവിണ്ണ് വീണ് എത്ര സമയം ആവർത്തിച്ച് ആ കാര്യം അപേക്ഷിച്ചെന്ന് അതിൻ്റെ അർത്ഥം. Amen. ഞാൻ പറയുമ്പോൾ പുസ്തകത്തിലുണ്ടോ നോക്കണം, അങ്ങനെ തന്നെയല്ലേ എഴുതി വെച്ചേക്കുന്നത്. Amen. Hallelujah. We can see the disciples fell into sleeping many times. Whenever Lord Jesus came back, he was finding them, they were started to sleep. ഇതാ സത്യത്തിൽ ഈ പോരാടി പ്രാർത്ഥിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാ പറയുക? പോരാടി പ്രാർത്ഥിക്കുക, ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. പോരാടി പ്രാർത്ഥിക്കുക, wrestling prayer. Do you know what is the meaning of praying with wrestling? നമ്മൾ ഓർക്കുന്ന പിടിച്ചു മേടിക്കാൻ. നോ. റെസ്ലിംഗ് പ്രയർ എന്ന് പറഞ്ഞാൽ ഹൃദയം കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. Wrestling prayer is not something to capture with your strength, but it means pray without ceasing. ഹാർട്ട് ക്രൈ ആണ്. This is a heart cry. അല്പം കൂടെ പറയാം. പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം ആഗണൈസിങ് പ്രയർ എന്നാണ്. Wrestling in prayer means we have to start an agonizing prayer. ഞാനൊരു 10 സബ്ജക്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളത് ബൈബിളിൽ നിന്ന് കുറിച്ച് വെച്ചായിരുന്നു. ഇന്ന് പറയാൻ പറ്റിയല്ല. 10 എണ്ണം ഉണ്ട്. 10 എണ്ണം നമ്മുടെ അകത്ത് കയറിയാൽ ആഗണൈസ് ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് ഇൻ അവർ ഡിസയർ ലെവൽ. എന്തോ കുഴപ്പമുണ്ട് കർത്താവോടുള്ള നമ്മുടെ ബന്ധത്തിൽ. I mentioned almost 10 subjects how to pray, and if after hearing that also still if we didn't start having a prayer life, then there is something wrong with our desire level to the Lord Jesus. Pray without ceasing എന്ന് പോൾ പറയാൻ കാര്യം എന്നാന്നറിയാം? പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് വെളിപ്പെടുത്തിയെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ട്രൂലി ഹ്യൂമൻ നേച്ചറിൽ അങ്ങനെ ആയിരുന്നു. അതാ കാരണം. Why did Paul command to pray without ceasing? Because our Lord Jesus is our example, and he showed this role model. Early church ഇത് പിന്തുടർന്നായിരുന്നോ? Early church. Do you know the early church follow this or not? Acts chapter 1 verse 13 and 14. We can see very clearly the book of Acts chapter 1 verses 13 and 14. എവിടെ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് ഉണ്ടായെന്നറിയാമോ? In the middle of prayer meeting. Where a church began in the middle of a prayer meeting. Chapter 1 verse 13 and 14 നോക്കിയേ. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് വായിക്കുന്നത്. We can see the Acts 1:13. When they had entered the city, they went up to the upper room where they were staying, and they started to pray. രണ്ടാം അധ്യായം സഭ തുടങ്ങിയപ്പോൾ അവർ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. We can see in chapter 2 also, they gathered together, they have a fellowship, and they started praying. മൂന്നാം അധ്യായം ആക്ട്സ് 3 യോഹന്നാനും പത്രോസും പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ വായിക്കുന്നില്ലേ? പ്രയർ. Again in chapter 3 we can see Peter and John went into the temple at the house of prayer.
4-ാം അധ്യായം 23-ാം വാക്യം. After prayer. വളരെ ക്രൈസിസിലൂടെ സഭ പോവുകയാണ്. വളരെ പെർസിക്യൂഷനിലൂടെ പോയപ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലവും സൃഷ്ടിച്ച ഞങ്ങളുടെ നാഥനെ എന്ന് പറഞ്ഞ് സഭ പ്രാർത്ഥിക്കുകയാണ്. Again in the book of Acts chapter 4, Peter and John were being arrested. At that time, church was intensely praying for them. 4:23 നിങ്ങൾ നോക്കിയാൽ മതി, ആ പദങ്ങൾ അവിടെ ഉണ്ട്. We can see very clearly the verses, oh, you who made the heaven and the earth and the sea and all that is in them, our Lord God. കോൺടെക്സ്റ്റ് എന്നറിയാമോ? ഈ ആളുകൾ ഞങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ഇവരല്ല വലുത്, ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ച ഞങ്ങളുടെ നാഥനെ എന്ന് വിളിക്കുമ്പോൾ സകലത്തിന്റെ മീതെ റൂൾ ചെയ്യുന്ന നാഥനെ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. When Peter and John were arrested, the church was praying very intensely and saying that you are a sovereign Lord who controls the heaven and the earth. 6-ാം അധ്യായത്തിനകത്ത് ചില ആളുകളെ തെരഞ്ഞെടുക്കാൻ നേരത്തെ പീറ്റർ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഇരിക്കും, നിങ്ങൾ ഇവരെ ശുശ്രൂഷിക്കണം. കണ്ടോ, prayer. Again in chapter 6, Peter, when they were choosing the 7, Peter was specifying, we will devote ourselves to prayer and to the ministry of the word. The importance of prayer we can see there. Acts 12-നകത്ത് സഭ ശ്രദ്ധയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Again we can see Peter's arrest in chapter 12 of the book of Acts, and Sabha, the church was praying very intensely. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിനകത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രയോഗമുണ്ട്. എല്ലാവരുടെയും കടൽപ്പുറത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ടോ? And again we can see in the book of Acts chapter 23, 21, all of them attended on the seashore and knelt in the seashore and started praying. അങ്ങനെയെങ്കിൽ എവിടെ വേണേലും മുട്ടെന്ത് ചെയ്യാം. So we can kneel down anywhere. ഒരു ഭക്തൻ പറഞ്ഞൊരു വാചകം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു ദൈവവേദൽ എവിടാണ് മുട്ടുമടക്കുന്നത്? അതാണ് throne of grace. Amen. Hallelujah. Wherever കടൽ തീരം ആയിക്കോട്ടെ, ജെറുസലേം ദേവാലയം ആയിക്കോട്ടെ, സിയാറ്റിലെ നമ്മുടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ബെഡ്റൂം ആയിക്കോട്ടെ, എവിടെ ഒരു ഭക്തൻ മുട്ടുമടക്കുന്നോ അവന്റെ ഫ്രണ്ടിലാണ് കൃപാസനം. Wherever a child of God is kneeling down, that place or that location is the throne of grace. സ്തോത്രം. Praise the Lord. Hallelujah. പ്രാർത്ഥിക്കാം നാളെ തൊട്ടല്ലേ? ഇന്നോട്ട് പ്രാർത്ഥിക്കാം. Let us begin a prayer life from today ഈ onwards. പ്രബോധനവാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കണം. Let us be practical about this exhortation. ആക്ഷൻ മാത്രമല്ല, Hallelujah. Hallelujah. റോമാലേഖനം വായിക്കുമ്പം രാവും പകലും പ്രാർത്ഥിക്കുന്നു പറഞ്ഞാണ് പോൾ പറയുന്നത്. രാവും പകലും. And not only in the book of Acts, Romans also we can see Paul was mentioning that I was praying continually throughout the day and night. എഫീഷ്യൻസി വായിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നാണ് വായിക്കുന്നത്. And again we can see in the book of Ephesians he was mentioning praying without ceasing. 6:18 നോക്കിയേ. എഫീഷ്യൻസ് 6:18. Ephesians chapter 6 verse 18, with all prayer and petition pray at all times in the spirit and സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. കേട്ടോ? Amen. Pray at all times in the spirit. കൊലോസ്യ ലേഖനം 4:2 നോക്കിയേ. കൊലോസ്യൻസ് 4:2. Devote yourselves to prayer, keeping alert in it with one attitude of thanksgiving. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. Hallelujah. Devote ourselves to prayer. 12-ാം വാക്യം 4:12, നിങ്ങൾക്ക് വേണ്ടി അവൻ എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് പറഞ്ഞാൽ കൊലോസ് ലേഖനം വായിച്ചാലും ഫിലിപ്പ് ലേഖനം വായിച്ചാലും എഫെസ്യ ലേഖനം വായിച്ചാലും 1 തെസ്സലോനിയൻസ് 3:10 ഇങ്ങനെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അപ്പോസ്തലൻ ആത്മാവിൽ എഴുതുകയാണ്, രാവും പകലും ഇടവിടാതെ അൺസീസിംഗ് ആയി റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന അപ്പോസ്തോലിക് കമാൻഡ്. An apostolic command is given by Paul to each one of us. Pray continually and labor earnestly in prayer. Praise the Lord. Hallelujah. Hallelujah. ഇങ്ങനെ ഇത്രയും ഞാൻ പറഞ്ഞില്ല 50 വാക്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. Hallelujah. ഈ വാക്യങ്ങളെല്ലാം തിരുവഴുത്തി നൽകിയേക്കുന്ന എന്തിനു വേണ്ടെന്ന് അറിയാമോ? Hallelujah. പ്രാർത്ഥിക്കാനായിട്ടുള്ള പ്രബോധനമാണ്. Almost I noted 50 subjects to why we need to pray, and these all verses are reminding us or exhorting us the need of prayer in our life. 1 തെസ്സലോനിയർ 3:10 ഒരു പ്രത്യേകതയുണ്ട് ആ വാക്യത്തിന്. 1 Thessalonians chapter 3 verse 10, there is an importance to that verse. രാവും പകലും വളരെ
താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്ന പ്രയോഗം കണ്ടോ? We can see night and day keep praying most earnestly. മോസ്റ്റ് ഏണസ്റ്റ്ലി, Hallelujah. വളരെ താല്പര്യത്തോടെ. എന്താ താല്പര്യം? 3 അപ്പം കിട്ടിയേ മടങ്ങത്തുള്ളൂ. ഈ ജഡ്ജിന്റെ അടുക്കൽ നിന്ന് നീതി ലഭിക്കണം, ആ ഒരു ഹാർട്ട് ക്രൈയോടെ. എന്നാൽ സ്നേഹവാനായ തമ്പുരാന്റെ മുന്നിൽ വന്ന് വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് 1 തെസ്സലോനി 5:17 പറഞ്ഞത്, ഇടവിടാതെ പ്രാർത്ഥിപ്പീ. We can see here we have to pray with most earnestly and throughout keep praying night and day. These are all summing up in 1 Thessalonians chapter 5 verse 6-17. Pray without ceasing. Praise the Lord. Amen. Hallelujah. എബ്രായലേഖനം 11:6 വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. Hallelujah. And തന്നെ without faith. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവം. That's a beautiful verse in Hebrews chapter 11 verse 6. For he comes to God must believe that he is and that he is a rewarder of those who seek him. യാക്കോബ് എന്താ പറയുന്നത്? നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് യാചിക്കട്ടെ. 5-ാം അധ്യായത്തിൽ എന്നെ വായിക്കുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. What is James exhorting us? James is saying that if any of you lacks wisdom, let him ask of God, who gives to all generously and without reproaches, and it will be given to him. And again in chapter 5, the earnest prayer of a righteous man prevaileth. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് പ്രയർ എന്നല്ല അതിൻ്റെ അർത്ഥം. Pray without ceasing means, it doesn't mean that we have to pray 24 hours. കാരണം അപ്പോസ്തലൻ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, ഹൗസ് വിസിറ്റിംഗ് നടത്തുന്നു, വീടാന്തരം കയറുന്നു വായിക്കുന്നുണ്ട്. ഞാൻ രാവും പകലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ മീനിങ് he is repeating, he is continually repeating the request before the throne of God. അതിൻ്റെ അർത്ഥം ജോലിക്ക് പോകരുതെന്നല്ല, ആവർത്തിച്ച്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ടൈമില്ല, but I redeem time to pray. Amen. Here we can see Apostle Paul, even though he was preaching, he was teaching, he was doing house visits, he had a lot of responsibilities. Still he was mentioning that repeated prayer is needed. Pray without ceasing. That's what yesterday I mentioned, that take time or redeem some time to pray and do not make any excuse, but pray without ceasing. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ non stop talking. The meaning is recurring prayer. Amen. Recurring Pray without ceasing means there should have a recurring, meaningful submission of our request. Hallelujah. Hallelujah. ഇന്നലെ വൈകിട്ട് ഞാൻ അവസാനം പറഞ്ഞ 1-2 കാര്യങ്ങളൊന്ന് ആവർത്തിക്കാം. And I like to repeat certain things which I mentioned last night. ബൈബിളിൽ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ആൾക്കാർ? How many different ways people prayed throughout the scripture. ഏതൊക്കെ ടൈം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? Which time period they all prayed. ചിലർ രാവിലെ പ്രാർത്ഥിച്ചത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. Some people prayed very early in the morning. ചിലർ നൂൺ ടൈമിൽ പ്രാർത്ഥിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. Some of them prayed at the noon time. ചിലർ രാത്രിയിൽ പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ട്. A few of them prayed late night. ചിലർ 7 ടൈം പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ട്. Some of them prayed 7 times a day. ചിലർ മിഡ് നൈറ്റിൽ പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ട്. Some of them prayed in the midnight. ഓൾ നൈറ്റ് പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ട്. Some of them prayed all night. ചിലർ ബിഫോർ ഡൗൺ പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ട്. Some prayed before dawn. ചിലർ ആ ഡേ മുഴുവൻ പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ട്. Some of them prayed throughout the daytime. ചിലർ നിന്നോണ്ട് പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ട്. Some people prayed by standing. ചിലർ കട്ടിലെ കിടന്നോണ്ട് അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചെന്ന് Some വായിക്കുന്നുണ്ട്. people laid on the bed and started to ചിലർ pray. മുഖം ഫേസ് ഡൗൺ ആയിട്ട് പ്രാർത്ഥിച്ചെന്ന് Some വായിക്കുന്നുണ്ട്. people fell on their face down and ചിലർ started കരം praying. ഉയർത്തി പ്രാർത്ഥിച്ചെന്ന് Some വായിക്കുന്നുണ്ട്. people raised their hand and prayed. ചിലർ കരം താഴ്ത്തി പ്രാർത്ഥിച്ചെന്ന് Some people വായിക്കുന്നുണ്ട്. sent their hand down and prayed. ചിലർ മുഖം ഉയർത്തിയെന്ന് വായിക്കുന്നു, ചിലർ കൈ ഉയർത്തിയെന്ന് വായിക്കുന്നു, ചിലർ മുഖം താഴ്ത്തിയെന്ന് വായിക്കുന്നു. അങ്ങനെ എക്സെട്രാ എവരിവെയർ എവരി ടൈം പീപ്പിൾ പ്രേഡ്. Amen. We can see different forms and different ways and different times of prayer throughout the scripture. പ്രൈസ് ലോർഡ്. Hallelujah. ഇത്രയും പോരെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് Thank പ്രാർത്ഥിക്കാൻ. you, ഇനി വേണോ? Lord. Hallelujah. 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 പ്രൈസ് ലോർഡ്. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, ഒരു ചർച്ച് ഹെൽത്തി ആകാൻ
Amen. ആ Hallelujah. ചർച്ചിലെ അംഗങ്ങൾ പ്രാർത്ഥിക്കണം. In order to be a healthy church, the church members should have a prayer life. ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഇതാണ്: നോ ചർച്ച് ക്യാൻ റൈസ് ഹയർ ദാൻ ദ സ്പിരിച്വൽ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ പീപ്പിൾ. എന്ന് Amen. പറഞ്ഞാലേ Amen. Amen. ഒരു സഭയുടെ ആ വളർച്ച ആരെ ആശ്രയിച്ചാന്നറിയാമോ? ഉപദേശിയെ ആശ്രയിച്ചല്ല, Amen. എല്ലാവരെയും കൂടെ ആശ്രയിച്ചാണ്. The growth of a church is not directly dependent upon a pastor, but it is very directly depending upon the members of the church. We must be praying unceasingly. We must be praying without ceasing. മനസ്സിലായോ? Hallelujah. ഇന്റൻസിറ്റി ഓഫ് പ്രയർ. Amen. Hallelujah. ഇനിയും എങ്ങനെ പ്രയർ ലൈഫ് എങ്ങനെ നമ്മൾക്ക് അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം? ബൈബിൾ വായിച്ചാൽ മതി ഓരോരുത്തർ എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാം അല്ലേ? ബൈബിൾ വായിക്കുമ്പോൾ ദ വേർഡ് ഓഫ് ഗോഡ് വിൽ പ്രോംപ്റ്റ് യു ടു പ്രേ കണ്ടിന്യൂലി. Amen. How it is possible to pray continually? You just start reading the scripture, then it will remind you how to pray. ജീവിതത്തിൽ നിരാശകൾ വരുമ്പം ബൈബിളിനകത്ത് നോക്കിയാൽ മതി, നിരാശ വന്നവർ പ്രാർത്ഥിച്ചത് കാണാം. Hallelujah. Whenever you face depression or anxiety, go to the scripture and read and follow the persons who went through that difficulty and how did they live their life. ഞങ്ങളുടെ സഭയിലെ ഇന്ന സഹോദരൻ ആത്മീയനല്ലല്ലോ എന്ന വേദന വരുമ്പോഴേ ഫിസിലേഖനത്തിലേക്ക് പോയാൽ മതി. അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് 1:15 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ. Then whenever we think that there are certain people inside our church who is not spiritual, then think about the verses in Ephesians and pray and intercede for them. Hallelujah. നമ്മുടെ പ്രയർ ലൈഫിനെ വേദപുസ്തകം പ്രോംപ്റ്റ് ചെയ്യണം. Our prayer life should be prompted by the word of God. ഇത്രയും കേട്ടിട്ടും പ്രാർത്ഥിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ലെങ്കിൽ സംതിങ് റോങ് ഇൻ അവർ ഡിസയർ ലെവൽ. Amen. Even if we എവിടെയോ കാര്യമായ തകരാറുണ്ട്. ഇത്രയും കേട്ടിട്ടും മുട്ടുമടക്കാൻ താല്പര്യമില്ലെങ്കിൽ എവിടെയോ നമ്മുടെ ആഗ്രഹത്തിൻ്റെ മേഖലയിൽ കാര്യമായ തകരാറുണ്ട്. തിരുവെഴുത്തതിന് ഉത്തരവാദിയല്ല, ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. even after hearing this many points, still you do not have a desire to start a prayer life, there is something really wrong in your life, and come back to the scripture. പേഴ്സണലി ഞാൻ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾ അങ്ങനെയാണോന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. As a personal experience, though I prayed any hours, I am still not satisfied with my prayer. ഓൾവേസ് നമുക്കൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു ലോങ്ങിങ് വേണം പ്രാർത്ഥിക്കാനായിട്ട്, കൂടുതൽ പ്രാർത്ഥിക്കാൻ. എത്ര പ്രാർത്ഥിച്ചാലും തൃപ്തിയാകാത്ത പോലത്തെ പ്രാർത്ഥന. Always we need to have a strong desire without being content in praying, and always having a strong desire to pray again and again. എൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ, എനിക്ക് ബൈബിൾ പറഞ്ഞു തന്നുകൊണ്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ആമേൻ പറയാറില്ലെന്ന്. One mentor, one pastor in my church who is a mentor to me, he told me one thing, that is, he never said an amen to his prayer in his life. ഒരു ചോദ്യം കൂടെ, വാട്ട് പ്രോംപ്റ്റ് യു ടു പ്രേ? Amen. I have one more question. What prompt you to pray? സ്ക്രിപ്ചർ ആയിരിക്കണം എന്നെ പ്രാർത്ഥിക്കാൻ പ്രോംപ്റ്റ് ചെയ്യേണ്ടത്. Scripture should prompt you to അടുത്ത pray. ചോദ്യം, ഹൗ ഈസ് യുവർ പ്രേയർ ലൈഫ്? The next question is, how is your prayer ഇത്രയും life? കേട്ടിട്ടും അതിനോട് വില്ലിങ് അല്ലെങ്കിൽ ആത്മീയത പരിശോധിക്കണം. കൊരിന്ത്യരോട് ചോദിച്ച പോലെ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീ. Even after hearing this long, still you do not have a desire to pray. Test and examine yourselves whether you are sitting in the right place. Amen. 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 Hallelujah. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ പ്ലീസ്? പാട്ടുകാർ ദയവായിട്ട് മുന്നോട്ട് വരാമോ?